ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന വചനം അപ്പോസ്തലർ 1 അധ്യായം അതിൻ്റെ 14 വാക്യവും 2 അധ്യായം 2 വാക്യവും. ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടി ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു. 2:2 പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശം ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒന്നിച്ച് ഒരു വീട്ടിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ആ ഭവനത്തിലേക്ക് പ്രത്യക്ഷമായ ചില അടയാളത്തോടുകൂടി ഇറങ്ങി വന്ന് പ്രാർത്ഥിച്ച എല്ലാവരുടെ മേലും പതിയപ്പെടുകയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരനുഗ്രഹീതമായ ഒരനുഭവത്തെ വിവരിക്കുന്ന അധ്യായമാണ് 2ാമത്തെ അധ്യായം. ഒരു ഭവനം ആലയമായി മാറുന്നത് എങ്ങനെയെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ അധ്യായമാണ് 1-2 അധ്യായങ്ങൾ. ദൈവമക്കളെ, നമ്മൾ യഹൂദന്മാരുടെ ആലയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഒരൊറ്റ ആലയമേ ഉള്ളൂ. ആ ആലയം യെരൂശലേം ദേവാലയമാണ്. ആ ആലയത്തെക്കുറിച്ച് ശിഷ്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ കല്ലുകളും വഴിപാടുകളും ഒക്കെ വളരെ മനോഹരമായി നടക്കുന്നുണ്ട്. അതിനൊന്നും കല്ലുകൾക്ക് കുഴപ്പമില്ല, ആലയത്തിന് മനോഹാര്യത്തിന് കുഴപ്പമില്ല. വഴിപാടുകൾ എന്ന് പറയുന്ന യാഗമാണ്. ഈ യാഗാർപ്പണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ്. ഏതൊരു മനുഷ്യൻ്റെയും കണ്ണിനെ അത് ആകർഷിക്കുന്ന നയന മനോഹരമായ സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ യേശു അത് കണ്ടിട്ട് പറയുകയാണ്, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുന്നു എന്നവൻ പറയുന്നു. അപ്പോൾ നോക്കണം, ഏത് മനുഷ്യന്റെയും നയന മനോഹരം അല്ലെ കണ്ണിനെ ആകർഷിക്കുന്ന ഈ ആലയം യേശു കണ്ടിട്ട് പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുന്ന കാലം വരും. അപ്പോൾ നോക്കണം ദൈവമക്കളെ, എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ ഇത്രയും ശ്രേഷ്ഠമായ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോകുമെന്ന് പറയുന്നതിന് കാരണം എന്താ? നമ്മൾ ആ കാരണം അന്വേഷിച്ച് പോയാൽ സ്തോത്രം, അത് ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്. ലൂക്കോസിനെ സുവിശേഷം 19 അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിന്റെ കാരണം സ്തോത്രം, ആലയത്തിൽ നടക്കേണ്ടതല്ല ആലയത്തിൽ നടക്കുന്നത്. ആലയത്തിൽ നടക്കേണ്ടത് യഥാർത്ഥമായി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ 19:45-46 വാക്യങ്ങളിൽ വായിക്കുമ്പോഴാണ് കാണുന്നത്, പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. അപ്പോൾ ആലയത്തിനകത്ത് വിൽപ്പനയും വാങ്ങലുമാണ് നടക്കുന്നത്. പക്ഷെ ആലയത്തിൽ നടക്കേണ്ടത് എന്താണെന്ന് യേശു പറയുന്നുണ്ട്. 46 വാക്യം, എന്റെ ആലയം പ്രാർത്ഥനാലയമാകുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ നോക്കണം, ആലയം പ്രാർത്ഥനാലയമാണ് ആകേണ്ടത്. പക്ഷേ ഇവിടെ പ്രാർത്ഥനയല്ല, വിൽപ്പനയും വാങ്ങലുമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറയുകയാണ്, ആലയത്തിൽ നടക്കേണ്ടതല്ല നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മനോഹരമാണ്, അതിന്റെ കല്ലുകൾ മനോഹരമാ, വഴിപാടുകൾ മനോഹരമാ. പക്ഷേ ആ മനോഹാരിതയല്ല യേശു ഇഷ്ടപ്പെടുന്നത്. പുറമേ ഉള്ള മനോഹാരിതയെ കുറിച്ചല്ല യേശു സംസാരിക്കുന്നത്. യേശു സംസാരിക്കുന്നത് അതിനകത്തു നടക്കേണ്ടത് എന്താന്നുള്ളതാണ്.
പ്രൈസ് ദി ലോർഡ്. ഈ ആലയം പണിയപ്പെട്ട് അത് പ്രൈസ് ദി ലോർഡ് അതിന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അതിന്റെ സമർപ്പണ ശുശ്രൂഷ നടക്കുന്നത് 2 ദിനവൃത്താന്തം 6 അധ്യായം മുതൽ വായിക്കണം. 6-7 അധ്യായങ്ങളിൽ അത് കിടക്കുന്നത്. ഇത് ദാവീദിനോട് ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആ സ്ഥലം തിരഞ്ഞെടുത്ത് ദാവീദല്ല, ദൈവം അവന് കാണിച്ചു കൊടുത്ത സ്ഥലം, അതിൻ്റെ ഓരോ ഉപകരണങ്ങളും, അതിൻ്റെ അളവ്, നീളം എല്ലാം ഓരോന്നോരോന്നും സ്തോത്രം ദാവീദിനോട് ദൈവം പറഞ്ഞു കൊടുക്കുകയും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദാവീദ് അതിനു വേണ്ട സാധനങ്ങളെല്ലാം ക്രമീകരിച്ചു വെച്ച് അതിനുവേണ്ടി അത് പണിയാൻ വേണ്ടി ശലോമോനെ ദൈവം നിയോഗിച്ചു എന്ന് ദാവീദിനോട് പറഞ്ഞു. അങ്ങനെ ശലോമോന് ദൈവം കൊടുത്ത ആലോചനകളെ കൈമാറി. അങ്ങനെ കൈമാറി ലഭിക്കപ്പെട്ട് ശലോമോൻ അത് ദാവീദ് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ നീളം, വണ്ണം, പൊക്കം ഇതെല്ലാം ദൈവം കൽപ്പിച്ച രീതിയിൽ തന്നെ, അതിൻ്റെ തടി എന്തായിരിക്കണം, അതിൻ്റെ സ്വർണം എവിടെ ഇടണം, വെള്ളി ഇതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു തന്നെ ശലോമോൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചു. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രം പെട്ടകവും ആലയത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പൊ നോക്കണം, സ്ഥലം ദൈവം കാണിച്ചു കൊടുത്തത്, അതിൻ്റെ ഉപകരണങ്ങളുടെ അളവ്, അതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവം കാണിച്ചു കൊടുത്തത്, അത് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചു. പെട്ടകം അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നു. പുരോഹിതന്മാർ നിൽക്കുന്നു. ആലയത്തിനകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഒരു കാര്യം, സ്തോത്രം, 6-ാം അധ്യായത്തിൽ ശലോമോൻ ഒരു പീഠത്തിൽ കയറി നിന്നുകൊണ്ട് കഴിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾക്ക് അവസരമുള്ളപ്പോൾ വായിക്കാം. ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ശലോമോൻ പറയുന്നത്, സ്തോത്രം, ഈ ആലയത്തിലേക്ക് ഒരാൾ പ്രാർത്ഥനയുമായി വന്നാൽ അത് ജാതീയനാകട്ടെ അല്ല യഹൂദനാകട്ടെ, ആര് വന്നാലും ദൈവമേ അവരുടെ പ്രാർത്ഥന കേട്ട് പ്രൈസ് ദി ലോർഡ് അവർക്ക് മറുപടി അയക്കണം. ഇതെല്ലാം പ്രാർത്ഥിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ സമർപ്പിച്ച്, ജനത്തെ സമർപ്പിച്ച്, ഹല്ലേലൂയ, പീഠത്തിൽ കയറി നിന്നുകൊണ്ടൊരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീ ഇറങ്ങി ഹോമയാകവും ഹനനയാകവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. നോക്ക്, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അതൊന്നും ആ സമയത്തൊന്നും നടക്കാത്ത ഒരു സംഭവമാണ്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ തേജസ് നിറഞ്ഞ ആ ആലയം ഇന്ന് പ്രാർത്ഥന അതിനകത്തു നിന്ന് മാറിയിട്ട് അതിനകത്ത് ഹല്ലേലൂയ വിൽപ്പനയും വാങ്ങലും, ഹല്ലേലൂയ ആലയത്തിന്റെ മോടിപിടുപ്പും, ആ ആലയത്തിന്റെ സ്തോത്രം വഴിപാടിന്റെ മോടിപിടുപ്പും ഒക്കെ ആയിട്ട് അത് മാറിയപ്പോൾ ദൈവം ആലയത്തെ ഉപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ഹല്ലേലൂയ സ്തോത്രം, യേശുവിനെ ഉയർത്തേണ്ട സ്ഥലത്ത്, യേശുവിന് ബഹുമാനം കൊടുക്കേണ്ട സ്ഥലത്ത്, ഹല്ലേലൂയ ജനം വിടുവിക്കപ്പെടേണ്ട സ്ഥലത്ത്, ജനം ദൈവത്തെ സ്തുതിക്കേണ്ട സ്ഥലത്ത്, ജനം ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം കാണേണ്ട സ്ഥലത്ത് ഇപ്പോൾ കാണുന്നത് സ്തോത്രം കല്ലുകളുടെയും വഴിപാടുകളുടെയും പുരോഹിതന്മാരുടെയും സ്തോത്രമൊക്കെ മനോഹാരിത. നമ്മൾ ചിന്തിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ അവിടെ വിൽപ്പനയും വാങ്ങലും നടക്കുക. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇതാ ഒരു ഹല്ലേലൂയ സ്തോത്ര ഭവനം, മർക്കോസിന്റെ മാളികമുറി, പ്രൈസ് ദി ലോർഡ്. അവിടെ കുറച്ചു പേരിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1:4 സ്തോത്രം നമ്മൾ
കാണുന്നത് കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അവരാ കർത്താവ് പറഞ്ഞ വാക്കുപോലെ തന്നെ കാത്തിരിക്കുക. പ്രൈസ് ലോർഡ്. അവരെല്ലാം ഒരുമനപ്പെട്ട് ഒരു വീട്ടിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന് ഒരുമനപ്പെട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് ആ വീട്ടിനകത്തേക്ക് ഇറങ്ങി വന്ന് ആ ഭവനം നിറയ്ക്കുന്നു. ഇതാ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആലയം തേജസ് കൊണ്ട് നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭവനം നിറയുകയാണ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം വിശുദ്ധാരാധനയ്ക്കായി കടന്നു പോകുന്ന നാം, പ്രൈസ് ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ മനോഹാരിത പുറമേ അല്ല വേണ്ടത്. പുറമേ നമ്മൾ ഒത്തിരി മനോഹാരിത കാണിക്കുമ്പോൾ, സ്തോത്രം, ദൈവം നോക്കുന്നത് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അകത്തളത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ, യഹോവയുള്ള ഭക്തി, യഹോവയുള്ള ബഹുമാനം, യഹോവയുള്ള സ്നേഹം, ഇതൊക്കെ അകത്തളങ്ങളിലുണ്ടോ എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളുടെ ഇടയിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരുവാനിടയായിത്തീരും. പ്രൈസ് ലോർഡ്. ആലയത്തിന്റെ മനോഹാരിതയിലല്ല ഹല്ലേലൂയ, പകരം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കിടെ അന്തരീക്ഷത്തിലിരിക്കുന്ന ഒരു ജനത്തിന്റെ ഇടയിലേക്കാ ആത്മാവ് ഇറങ്ങി വന്നത്. പ്രൈസ് ലോർഡ്. യെരൂശലേം ദേവാലയത്തിലായിരുന്നു അത് വരേണ്ടത്. എന്നാൽ മർക്കോസിന്റെ മാളിക മുറിയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇറങ്ങി വന്ന് ആ ഭവനത്തെ നിറയ്ക്കുന്നത്. ഹല്ലേലൂയ. ഭവനം ഒരാലയമായി മാറുകയാണ്. യെരൂശലേം ദേവാലയത്തെ ദൈവം ഉപേക്ഷിക്കുന്നു. ഇതാ പ്രൈസ് ലോർഡ്, ഒരു ഭവനത്തെ ആലയമായി മാറുന്ന അനുഭവം. പ്രൈസ് ലോർഡ്. ദൈവജനം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടത്താണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു പോകുകയാണല്ലോ. നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, അതൊരു ബിൽഡിങ്ങിന്റെ മനോഹാരിത്വമല്ല, പകരം അരുന്ന ആളുകളുടെ ഉയർച്ചയോ താഴ്ചയോ എന്നുള്ളതല്ല, പകരം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിലേക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ സ്തോത്ര പ്രഭാവം ഇന്നും ഇറങ്ങി വന്ന് അവിടെ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ, വൻ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം ഇന്നും ശക്തനാ. എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹല്ലേലൂയ, മനോഹരമായ ശ്രേഷ്ഠതയായ ഹല്ലേലൂയ അഭിമാനം കൊള്ളുന്ന യെരൂശലേം ദേവാലയത്തിലേക്ക് ഇറങ്ങി വരേണ്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രഭാവം ഇറങ്ങി വന്നത് മർക്കോസിന്റെ മാളിക മുറിയിൽ ചില മുക്കുവരും സാധാരണക്കാരുമായ ആളുകൾ അങ്ങയുടെ മുമ്പിൽ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരുടെ ഇടയിലേക്ക് ഇന്ന് പകൽക്കാലം അങ്ങയുടെ മുമ്പിലേക്ക് കർത്താവ് നിൽക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ ഹല്ലേലൂയ കരച്ചിൽ, അവരുടെ പ്രാർത്ഥന ഹല്ലേലൂയ അങ്ങ് ഇന്നും കേട്ട് പരിശുദ്ധാത്മാവിന്റെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ അങ്ങ് ഇന്നും ശക്തനാണല്ലോ. അതങ്ങ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഭവനത്തെ ആലയമാക്കി മാറ്റിയതുപോലെ സ്വർഗത്തിലെ ദൈവമേ, ഇന്നു പകൽക്കാലം അങ്ങ് കൂടി ഹല്ലേലൂയ സ്തോത്രം അങ്ങയുടെ ജനം കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ ഹല്ലേലൂയ ആത്മാവിന്റെ ഹല്ലേലൂയ വലിയ അനുഗ്രഹം ഇറങ്ങി വരുന്ന വലിയ അനുഭവങ്ങളുള്ള ഒരു ദിനമാക്കി ജനത്തെ തീർക്കണമേ എന്ന് മടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ, അനുഭൂതിയെ ഹല്ലേലൂയ ദൈവജനത്തിന് ഈ പ്രഭാതത്തിൽ കൊടുക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങയ്ക്ക് ഞങ്ങൾക്ക് ആജ്യം വെച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനത്തെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.